നമസ്കാരം. ഏപ്രിൽ 4-ന് ഗുജറാത്തിലെ വാദിനാർ തുറമുഖത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ കപ്പലായ പിങ്ഷുൻ എന്ന കപ്പൽ ചൈനയിലേക്ക് വഴിമാറിപ്പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് 7 വർഷമായി നിർത്തിവച്ചിരുന്ന ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ എസ്വാനിയുടെ പതാക ഘടിപ്പിച്ച കപ്പലിൽ ഏകദേശം 6 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഏപ്രിൽ 4-ന് ഗുജറാത്തിലെ ദീൻദയാൽ തുറമുഖത്ത് കപ്പൽ അടുക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. അതായത് ആ കപ്പലിന്റെ സഞ്ചാരപാത ആദ്യം ഇന്ത്യയായിരുന്നു, പക്ഷേ അവിടെ നിന്നിപ്പോൾ ആ സഞ്ചാരപാത മാറി നേരെ ചൈനയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കമ്മ്യൂണിറ്റി മാർക്കറ്റ് അനലിറ്റിക്സ് സ്ഥാപകനായ ക്ലെംബറിലെ റിഫൈനിംഗ് ആൻഡ് മോഡലിംഗ് ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിലിയോ പറയുന്നതനുസരിച്ച് പേയ്മെന്റ് നിർബന്ധങ്ങളിലെ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ മാറ്റം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്ന പിങ്ഷൂൻ എന്ന ടാങ്കർ കപ്പൽ ചൈനയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ഗുജറാത്തിലെ വാദിനാറിലേക്ക് വരാനിരുന്ന കപ്പലാണിത്. 7 വർഷത്തിനു ശേഷം ആരംഭിച്ച വ്യാപാരത്തിലാണ് വീണ്ടും പ്രതിസന്ധി നേരിടുന്നത്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ഷിപ്മെന്ററായി മാറേണ്ടതായിരുന്നു ഈ വ്യാപാര കപ്പൽ. പേയ്മെന്റ് ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പ്രശ്നങ്ങൾ കാരണം കപ്പൽ ചൈനയിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ. 30 മുതൽ 60 ദിവസത്തെ ക്രെഡിറ്റ് വിൻഡോ വാഗ്ദാനം ചെയ്യുന്നതിന് പകരം മുൻകൂർ പേയ്മെന്റുകൾ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. 2019-ൽ ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കർശനമായ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവച്ചത്. നിലവിൽ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള നിർണായകമായ നീക്കമാണ് വീണ്ടും വ്യാപാരം ആരംഭിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ, ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾക്ക് തടസ്സമില്ലാതെ ഹോർമൂസിലൂടെ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. നേരത്തെ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 10 മുതൽ 12% വരെ ഇറാനിൽ നിന്നായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ഇറാനിയൻ ക്രൂഡ് ഓയിലിന്റെ ഗുണമേന്മയും ഇന്ത്യക്ക് ഏറെ ലാഭകരമായിരുന്നു. എന്നാൽ 2019-20 കാലഘട്ടത്തിൽ ഇറക്കുമതി 0% താഴ്ന്നതോടെ സൗദി അറേബ്യ, ഇറാഖ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇന്ത്യ കൂടുതലായി ആശ്രയിച്ചിരുന്നത്.